ഈശോമിശിഹായിൽ ഏറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതം ചിലപ്പോഴൊക്കെ എത്ര പെട്ടെന്നാണ് മാറിമറിയുന്നത്. ഇന്നലെ വരെ സന്തോഷത്തോടെ ജീവിച്ചവർ ഇന്ന് രോഗശൈലായിരിക്കാം. ക്യാൻസറോ കിഡ്നി ലിവർ അസുഖങ്ങളോ തളർത്തുന്ന ഹൃദയരോഗങ്ങളോ മൂലം ശാരീരിക വേദനകൾ പുളയുന്ന നിമിഷങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ച, വിശ്വസിച്ചവരുടെ ചതി, പ്രിയപ്പെട്ടവരുടെ വേർപാട്, അങ്ങനെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരുന്ന കൈപ്പേറിയ അനുഭവങ്ങൾ. ഇങ്ങനെയുള്ള അന്ധകാര നിമിഷങ്ങളിൽ ഇനി എനിക്കൊരു പ്രതീക്ഷയുമില്ല എന്ന് കരുതി കരഞ്ഞിരിക്കുന്നവരുടെ ചാരയാണ് പരിശുദ്ധ അമ്മ തൻ്റെ സംരക്ഷണ തണലുമായി ഓടിയെത്തുന്നത്. നമ്മൾ വീഴുമ്പോൾ താങ്ങാനും അന്ധകാരത്തിൽ വഴി കാണിക്കുവാനും വിമല ഹൃദയത്തിൻ്റെ ഉടമയായ അമ്മ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കൈപ്പേറിയ അനുഭവങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് ഇത്രയധികം മനസ്സിലാകുന്നത്? കാരണം ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വേദനകളിലൂടെ കടന്നുപോയവളാണ് അവൾ. സ്വന്തം മകൻ ചാട്ടവാറടിയേറ്റ് ചോരയൊലിപ്പിച്ച് കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് നേരിൽ കണ്ടവളാണ് വ്യാകുല മാതാവ്. ഒരു രോഗിയുടെയോ തകർന്ന ഹൃദയമുള്ളവൻ്റെയോ ഉള്ളിലെ സങ്കടം ആ അമ്മയ്ക്ക് നന്നായി അറിയാം. ഓരോ പ്രഭാതത്തിലും അമ്മയുടെ വാത്സല്യം വലുതാണ്. പക്ഷേ പൈശാചികമായ ബന്ധനങ്ങളാലും നിരാശയാലും നാം അകപ്പെടുമ്പോൾ ഈ സ്നേഹം മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ലൗകികമായ ആശ്വാസങ്ങളിലല്ല, മറിച്ച് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിലാണ് യഥാർത്ഥ സമാധാനമെന്ന് അമ്മ നമുക്ക് കാണിച്ചു തരുന്നു. നമ്മുടെ രോഗബാധിതമായ ശരീരത്തെയും തകർന്ന മനസ്സിനെയും അമ്മ തൻ്റെ സ്വർഗീയ മേലങ്കിക്കുള്ളിൽ ഒളിപ്പിച്ച് കാത്തു സൂക്ഷിക്കുന്നു. ജപമാല എന്ന ആയുധത്തിലൂടെ നമ്മൾ ഹൃദയം തകർന്ന അമ്മയെ വിളിക്കുമ്പോൾ പൈശാചികമായ എല്ലാ നെഗറ്റീവ് ചിന്തകളെയും മാറ്റാൻ അമ്മയുടെ മധ്യസ്ഥത്തിന് സാധിക്കും. കാനായിലെ കല്യാണ വീട്ടിൽ കുറവുകൾ കണ്ട് ഇടപെട്ടതുപോലെ നമ്മുടെ രോഗങ്ങളെയും വേദനകളെയും ഈശോയുടെ തിരുമുറിവുകളിലേക്ക് സമർപ്പിച്ച് അത്ഭുതകരമായ രോഗശാന്തി അമ്മ നമുക്ക് വാങ്ങിത്തരുന്നു. ആത്മീയത കരുത്തിലൂടെ ശാരീരികമായ വേദനകൾ നിലനിൽക്കുമ്പോഴും അതിനെ സഹിക്കുവാനുള്ള അമാനുഷികമായ സമാധാനവും ധൈര്യവും അമ്മ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്നു. നമുക്ക് കണ്ണുകളടച്ച് നമ്മുടെ രോഗങ്ങളെയും ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കാവലും സംരക്ഷണവുമായ പരിശുദ്ധ അമ്മേ, മാരകമായ രോഗങ്ങളാൽ കിടപ്പിലായ അങ്ങയുടെ മക്കളെയും ജീവിതത്തിലെ കഠിനമായ തകർച്ചകളിലൂടെ കടന്നുപോകുന്ന പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ, വേദനകളുടെ ഈ കാലത്ത് ഞങ്ങൾ തളർന്നു പോകാതെ ഞങ്ങളെ അങ്ങയുടെ മാറോട് ചേർത്ത് പിടിക്കണമേ. പൈശാചികമായ നിരാശയുടെ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങേക്ക് അസാധ്യമായ ഒന്നുമില്ലെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ വാത്സല്യം നിറഞ്ഞ സംരക്ഷണ തണൽ ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ. ഈ കൈപ്പേറിയ അനുഭവങ്ങളെല്ലാം മാറി പ്രത്യാശയുടെ പ്രകാശം ഞങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ. ആമേൻ.